നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. വായന ദിനത്തിൽ സ്കൂളുകളിലും വായനശാലകളിലും വിവിധ സ്ഥാപനങ്ങളിലും വിപുലമായ പരിപാടികൾ നടത്തി. അറ്റകുറ്റപ്പണികൾക്കായി പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പുതുക്കാട് മെയിൻ ഗേറ്റ് വ്യാഴാഴ്ച മുതൽ 7 ദിവസത്തേക്ക് അടച്ചിടും. കൊടകര പഞ്ചായത്തിലെ ചിറക്കഴ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. അപകട ഭീഷണി ഒഴിവാക്കാൻ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ. പരാധീനതകൾക്കൊടുവിൽ അളഗപ്പനഗർ പോസ്റ്റ് ഓഫീസ് പുതിയ കേന്ദ്രത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ കേന്ദ്രം ആമ്പല്ലൂരിൽ. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവരിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണ പരിപാടികൾക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. ജെംസ് കോളേജ് അധ്യാപകനും കവിയുമായ M ജിവേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് MK ബാബു വായനദിന സന്ദേശം നൽകി. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ ഷാജു, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോയ് നെല്ലിശ്ശേരി, ജനപ്രതിനിധികളായ TK പത്മനാഭൻ, പ്രനീല ഗിരീശൻ, ഷിനി ജെയ്സൺ, CA റെക്സ്, സജിനി സന്തോഷ്, ലത ഷാജു, BG ഡേവിസ്, MM ഗോപാലൻ, വയോജനവേദി കൺവീനർ AK മോഹനൻ, ബാലവേദി പ്രസിഡന്റ് PR മിത്രവിന്ദ, ലൈബ്രറിയൻ സുഷമ T ശാന്തൻ എന്നിവർ പ്രസംഗിച്ചു. ഭദ്ര T മുജീബ്, VS കൽഹാര, PK ആഗ്നേ കൃഷ്ണ എന്നിവരുടെ കവിതാലാപനവും നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഗ്രന്ഥകാല സന്ദർശനം, സാഹിത്യ മത്സരങ്ങൾ, അനുസ്മരണങ്ങൾ, പുസ്തക ചർച്ച എന്നിവയും ഉണ്ടായിരിക്കും. വായന ദിനത്തോടനുബന്ധിച്ച് അക്ഷരവൃക്ഷമൊരുക്കി ALPS ആലത്തൂർ. എല്ലാ കുട്ടികളും മലയാളം അക്ഷരമാലയിലെ അക്ഷരങ്ങളും അതുപയോഗിച്ചുള്ള വാക്കുകളും പ്ലക്കാർഡിൽ എഴുതിക്കൊണ്ടുവന്നിരുന്നു. സ്കൂൾ മുറ്റത്ത് ഒരു വലിയ വൃക്ഷമായി അവർ നിരന്നത് എല്ലാവർക്കും കൗതുക കാഴ്ചയായി. പ്ലക്കാർഡുകൾ ഉയർത്തിവീശി അക്ഷരവൃക്ഷം ആടിയുലഞ്ഞു. എന്നും വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാൽ വേറിട്ട് നിൽക്കുന്ന ALPS ആലത്തൂർ വിദ്യാലയത്തിലെ വായനാ ദിനം ആചരിച്ചു. മുൻ പ്രധാനാധ്യാപകനും പ്രഭാഷകനും സൈക്കോതെറാപ്പിസ്റ്റുമായ NS സന്തോഷ് ബാബു വായനാ ദിനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം TK സതീശൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക PM ജിൻസ, PTA പ്രസിഡന്റ് PS സുനിൽ, MPTA പ്രസിഡന്റ് സുമി ബൈജു, PTA അംഗം KJ ജയരാജ്, സീനിയർ അധ്യാപിക NS രശ്മി എന്നിവർ സന്നിഹിതരായി. PN പണിക്കർ അനുസ്മരണ പ്രസംഗം, വായനദിന സ്കിറ്റ്, കവിത തുടങ്ങി നിരവധി പരിപാടികൾ അരങ്ങേറി. ഒരു മാസം വൈവിധ്യമാർന്ന പരിപാടികളാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പനമ്പിള്ളി മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായന ദിനം ആചരിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു ഉദ്ഘാടനം നിർവഹിച്ചു. ലൈബ്രറി കമ്മിറ്റി പ്രസിഡന്റ് സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറിയൻ മിനി, വാർഡംഗങ്ങളായ ഷാജു കാളിയങ്കര, ഹിമാദാസൻ, സജീവൻ, സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി JS ചിത്ര, MK വിജയൻ എന്നിവർ പ്രസംഗിച്ചു. വായനാ മത്സരം, ചിത്രരചന എന്നിവയിൽ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾക്ക് സമ്മാനദാനം നടത്തി. ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ വായന ദിനം ആചരിച്ചു. PTA പ്രസിഡന്റ് KS സജീവൻ ഉദ്ഘാടനം ചെയ്തു. വികസന സമിതി അധ്യക്ഷ ജോൺ C അമൽജൻ അധ്യക്ഷയായി. 1ാം ക്ലാസ്സിലെ പഠന പ്രവർത്തനമായ കഥാവേളയുടെ ഉദ്ഘാടനം കഥ അവതരിപ്പിച്ചുകൊണ്ട് ആൻസി ജോജു നിർവഹിച്ചു. അമ്മ വായനാ മത്സരവും സമ്മാനദാനവും നടന്നു. പ്രധാനാധ്യാപകൻ MV തോമസ്, സീനിയർ അസിസ്റ്റന്റ് ലോല എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര PVS HS സ്കൂളിൽ വായന ദിനം ആചരിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വായന ദിനാചരണത്തിൻ്റെയും ഉദ്ഘാടനം കവി രാധിക സനോജ് നിർവഹിച്ചു. പ്രധാനാധ്യാപിക KS ഉദയ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിച്ചു. അധ്യാപകൻ ഷാജു യോഹനാൻ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ TS മുരളി, അധ്യാപകരായ ഗീത, സിമിത എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെ കഥ, കവിത, പ്രസംഗം എന്നിവ സംഘടിപ്പിച്ചു.
അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന ദിനം ആചരിച്ചു. കഥാകൃത്ത് AK ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. വായന ദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ 5 മുതൽ 10 വരെയുള്ള എല്ലാ കുട്ടികളും കയ്യെഴുത്ത് മാഗസിൻ തയ്യാറാക്കിയിരുന്നു. ഓരോ കുട്ടിക്കും സ്വന്തമായി അവരുടെ സ്വന്തം രചനകൾ ഉൾപ്പെടുത്തിയ ഒരു കയ്യെഴുത്ത് മാഗസിൻ സ്കൂൾ സാഹിത്യ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി. വായന ദിനം മുതൽ സ്കൂൾ സാഹിത്യ ക്ലബിൻ്റെ നേതൃത്വത്തിൽ പുസ്തക ചലഞ്ച് ഏർപ്പെടുത്തി. പുസ്തക ചലഞ്ച് പ്രകാരം ഒരു മാസം 5 പുസ്തകങ്ങൾ വായിച്ച് അധ്യാപകരുടെ അടുത്ത് റിവ്യൂ പറഞ്ഞാൽ കുട്ടികൾക്ക് 500 രൂപ കിട്ടും. പുസ്തകങ്ങളുടെ എണ്ണം കൂട്ടി 1000 രൂപ വരെ നേടാം. AK ശിവദാസൻ എഴുതി നാടക നടനും സംവിധായകനുമായ PD പൗലോസ് സംവിധാനം ചെയ്ത് അഭിനയിച്ച വയസ്സൻ എന്ന ലഘുനാടകത്തിൻ്റെ അവതരണവും ഉണ്ടായിരുന്നു. വായന ദിന പരിപാടികൾക്ക് പ്രധാനാധ്യാപിക സിനി M കുര്യാക്കോസ്, പ്രിൻസിപ്പൽ ഇൻചാർജ് റോയ് തോമസ് PX, അധ്യാപകരായ മഞ്ജുഷ മാത്യു, T പുഷ്പ, MB സജീഷ് എന്നിവർ നേതൃത്വം നൽകി. വേലുപ്പാടം സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ വായന മാസാചരണം യുവ സാഹിത്യകാരൻ K നിതിൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷീജോ ഞെരിഞ്ഞാമ്പള്ളി, വാർഡംഗം കലാപ്രിയ സുരേഷ്, പ്രധാനാധ്യാപകൻ ജോ PC മഞ്ഞളി, MPTA പ്രസിഡന്റ് വത്സ ബിനോജ്, ഫസ്റ്റ് അസിസ്റ്റന്റ് അഞ്ജു ജോസ്, സ്റ്റാഫ് സെക്രട്ടറി ജീസ് വർഗീസ്, അധ്യാപകരായ MV ദീപ, ക്രിസ്റ്റോ ജോസ് എന്നിവർ പ്രസംഗിച്ചു. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വായന ദിന പരിപാടികൾ കവിയും എഴുത്തുകാരനുമായ സുഭാഷ് മൂന്നുമുറി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CK സന്ദീപ് അധ്യക്ഷത വഹിച്ചു. വാർഡംഗം പുഷ്പാകരൻ ഒറ്റാലി, SMC ചെയർമാൻ TR സുരേഷ് ബാബു, സ്റ്റാഫ് സെക്രട്ടറി PR റിജോ, സീനിയർ അധ്യാപിക AK അമൃതപ്രിയ എന്നിവർ പ്രസംഗിച്ചു. അമ്മ വായന പദ്ധതിയുടെ ഉദ്ഘാടനം ചിഞ്ചു സിജോയ്ക്ക് പുസ്തകം നൽകി നിർവഹിച്ചു. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും വിവിധ പരിപാടികളോടെ നടന്നു. പ്രധാനാധ്യാപിക MV ഉഷ, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ AK ഷീജ എന്നിവർ സന്നിഹിതരായി. എന്നൊരു വലിയൊരു സന്തോഷം എനിക്കുണ്ട്. ആ സന്തോഷത്തിൽ നിന്നുകൊണ്ട് ഞാൻ വലിയ മോട്ടിവേഷൻ ഒന്നും എടുക്കുന്ന ആളല്ല. കുറച്ച് സിമ്പിളായ കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഒന്ന് പറയാം. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന നാടാണ് കേരളം. കേരളം എത്ര സുന്ദരം. കേരളം കേരളം. വരന്തരപ്പള്ളി CJMA ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന ദിനം ആചരിച്ചു. എഴുത്തുകാരനായ അഗസ്റ്റിൻ കുട്ടനെല്ലൂർ വായനാ ദിനത്തിൻ്റെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടകൻ അവബോധന ക്ലാസും നയിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ, പ്രധാനാധ്യാപകൻ ജോവൽ വി ജോസഫ്, PTA പ്രസിഡന്റ് PC ജോസ്, MPTA പ്രസിഡന്റ് ജിൻസി ബിജു എന്നിവർ സന്നിഹിതരായിരുന്നു. അധ്യാപകരായ ഷിജി സി പോൾ, ലിറ്റി ഫ്രാൻസിസ്, ജയ്മേരി മഞ്ഞളി, KP ആൻസി, ഡയാന T ആന്റണി, ഗോപിക എന്നിവർ നേതൃത്വം നൽകി. ആ പരിപാടി സംഘടിപ്പിച്ച അവന്റെ പ്രധാനപ്പെട്ട അധ്യാപകൻ കേലൂസ്കർ എന്ന് പറഞ്ഞൊരു അധ്യാപകനാണ്. ആ അധ്യാപകൻ ഒരു ഗ്രന്ഥകർത്താവാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹം എഴുതിയ ബുദ്ധന്റെ ചരിത്രമാണ് ഈ കുഞ്ഞിന് സമ്മാനമായി കൊടുത്തത്. ആ കുട്ടി പിന്നീട് വളർന്ന് ഇന്ത്യയിൽ അനിഷേധ്യനായ നേതാവായി, ഇന്ത്യക്ക് ഒരിക്കൽ പോലും മാറ്റി നിർത്താൻ കഴിയാത്ത ഗാന്ധിജിക്ക് തുല്യനായ ഒരു മഹാപ്രതിഭയായി മാറി. ആരായിരിക്കാം അത്? കുട്ടികളൊന്നും ആലോചിച്ച് നോക്കൂ, ആരായിരിക്കാം? ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന മാസാചരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സ്കൂൾ തല ഉദ്ഘാടനവും സംയുക്തമായി സംഘടിപ്പിച്ചു. കവിയും സാഹിത്യകാരനുമായ വർഗീസ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി പ്രതിനിധി PA നിഖില വായനാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 9ാം ക്ലാസ് കേരള പാഠാവലിയിലെ ആദ്യ പാഠഭാഗം മഹാകവി കുമാരനാശാന്റെ ചണ്ടാലഭിഷികയുടെ നൃത്താവിഷ്കാരം 7ാം ക്ലാസ്സിലെ ദേവപ്രഭ S നായർ, ചൈത്ര S കൃഷ്ണയും നവൽ കിഷനും വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. യോഗത്തിന് PTA പ്രസിഡന്റ് AM ജോൺസൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം K വൃന്ദകുമാരി മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപകൻ T അനിൽകുമാർ, ലൈബ്രറി ഇൻചാർജ് ബിന്ദു G കുട്ടി, മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ, പ്രിൻസിപ്പാൾ KP ലിയോ, മുൻ പ്രിൻസിപ്പാൾ B സജീവ്, PTA വൈസ് പ്രസിഡന്റ് സോമൻ മൂത്രത്തിക്കര, മാതൃസംഗമം പ്രസിഡന്റ് സ്മിത വിനോദ് എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് സെന്റ് സേവിയേഴ്സ് CUP സ്കൂളിൽ വായന ദിനം ആചരിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ വന്ദന വായനാദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് VG ഡാനിയേൽ വായനാദിന പതിപ്പ് പ്രധാനാധ്യാപികയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി രഘു കുന്നുമക്കര, അധ്യാപക പ്രതിനിധികളായ ഷീജ തോമസ്, വിമി റാഫേൽ എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി.
ഇഞ്ചക്കുണ്ട് ലൂർദ്പുരം ഗവൺമെന്റ് UP സ്കൂളിൽ വായന ദിനം ആചരിച്ചു. മറ്റത്തൂർക്കുന്ന് സുപ്രഭ വായനശാല പ്രസിഡന്റ് PK അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KV രാജു അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക റിൻസി ജോൺ, PTA വൈസ് പ്രസിഡന്റ് ഷാജി തോമസ്, അധ്യാപകരായ മരിയ പോൾ, രമ്യ രാജൻ എന്നിവർ പ്രസംഗിച്ചു. പ്രധാനാധ്യാപികയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വായനദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. അറ്റകുറ്റപ്പണികൾക്കായി പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പുതുക്കാട് മെയിൻ ഗേറ്റ് വ്യാഴാഴ്ച മുതൽ 7 ദിവസത്തേക്ക് അടച്ചിടും. വ്യാഴാഴ്ച രാവിലെ 8 മുതൽ 26 വൈകിട്ട് 6 മണി വരെയാണ് ഗേറ്റ് അടച്ചിടുന്നത്. ഇതോടെ പുതുക്കാട്, പാഴായി, ഇരിങ്ങാലക്കുട, ഊരകം റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെടും. അടിക്കടി മെയിൻ ഗേറ്റ് അടച്ചിടുന്നത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. 2 മാസത്തിനിടെ പല ദിവസങ്ങളിൽ ഗേറ്റ് തകരാറിലാകുന്നതും പതിവാണ്. ഇതിനിടയിൽ വാഹനങ്ങൾ ഇടിച്ചും നിരവധി തവണ മണിക്കൂറുകളോളം അറ്റകുറ്റപ്പണികൾക്കായി ഗേറ്റ് അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായി. മെയിൻ ഗേറ്റ് അടച്ചിടുന്നതോടെ പ്രദേശത്തെ ആംബുലൻസ് അടക്കമുള്ള അവശ്യ സർവീസുകളെയും ബാധിക്കും. പുതുക്കാട് മേൽപ്പാലം വൈകുന്നതും ജനങ്ങൾക്ക് ദുരിതമാവുകയാണ്. ഗേറ്റ് കീപ്പർ റൂമിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതെന്നാണ് വിവരം. കൊടകര പഞ്ചായത്തിലെ ചിറക്കഴ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. 80 വർഷത്തിലേറെ പഴക്കമുള്ള പാലം ദുർബലാവസ്ഥയിലായിട്ട് നാളേറെയായെങ്കിലും പുനർനിർമ്മാണത്തിനുള്ള നടപടി വൈകുകയാണ്. ദേശീയപാതയിലെ പേരാമ്പ്രയെയും കനകമലയെയും ബന്ധിപ്പിക്കുന്ന റോഡിലാണ് ചിറക്കഴ പാലമുള്ളത്. കനകമലയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾ ദേശീയപാതയിലെ പേരാമ്പ്രയിലേക്ക് എത്തുന്നത് ഈ പാലത്തിലൂടെയാണ്. ഇരിങ്ങാലക്കുട രൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ കനകമലയിലേക്ക് തെക്കൻ ജില്ലകളിൽ നിന്നുള്ള തീർത്ഥാടകർ എത്തുന്നതും ഇതുവഴിയാണ്. കനകമല പ്രദേശത്തെ മഠത്തിപ്പാടം, ചിറപ്പാടം എന്നിവയെ വേർതിരിക്കുന്ന ബണ്ടാണ് ഇവിടെ പിന്നീട് റോഡായി മാറിയത്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി 1940കളിലാണ് ചിറക്കഴിയിൽ പാലം നിർമ്മിച്ചത്. കൈവരി തകർന്നിട്ട് വർഷങ്ങളായ പാലത്തിന്റെ പ്രധാന കോൺക്രീറ്റ് സ്ലാബും ഇപ്പോൾ ദുർബലമായിട്ടുണ്ട്. സ്ലാബിന്റെ അടിഭാഗത്ത് നിന്ന് കോൺക്രീറ്റ് അടർന്ന് തുരുമ്പിച്ച കമ്പികൾ പുറത്തായി നിൽക്കുകയാണ്. സ്ലാബുകളെ താങ്ങി നിർത്തുന്ന കരിങ്കൽ കെട്ടും ദുർബലമായ നിലയിലാണ്. പാലത്തിനോട് ചേർന്ന് നിർമ്മിച്ച ചീർപ്പിൽ മരപ്പലകകൾ ഇട്ട് വെള്ളം തടഞ്ഞു നിർത്തിയാണ് ആദ്യകാലത്ത് കൃഷിക്ക് ഉപയോഗിച്ചിരുന്നത്. നെൽകൃഷി കുറഞ്ഞതോടെ ഇവിടുത്തെ ചീർപ്പ് ഉപയോഗിക്കാതെയായി. പാലത്തിൽ കൈവരികളില്ലാത്തത് സൈക്കിളിൽ പോകുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർക്ക് അപകട ഭീഷണിയാണ്. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചിറക്കഴ പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പരാധീനതകൾക്കൊടുവിൽ അളഗപ്പനഗർ പോസ്റ്റ് ഓഫീസ് പുതിയ കേന്ദ്രത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ആമ്പലൂർ കുണ്ടുകാവ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ 1ാം നിലയിലാണ് പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത്. അളഗപ്പനഗർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന പോസ്റ്റ് ഓഫീസിന് പതിറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത്. ശോച്യാവസ്ഥയിലുള്ള കെട്ടിടത്തിൽ വീർപ്പുമുട്ടുകയായിരുന്നു പോസ്റ്റ് ഓഫീസ്. ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ തപാൽ ഉരുപ്പടികൾ സൂക്ഷിക്കുന്നതിന് പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു. രാത്രികാലങ്ങളിൽ മരപ്പട്ടി ശല്യവും മോഷണമടക്കമുള്ള പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ കാലപ്പഴക്കം പോസ്റ്റ് ഓഫീസിൽ എത്തുന്നവരെ ഭീതിപ്പെടുത്തിയിരുന്നു. നിരവധി തവണ NCTVയും ഇത് സംബന്ധിച്ച് വാർത്ത പുറത്തു കൊണ്ടുവന്നു. ഏറെ നാളത്തെ ശ്രമത്തിനൊടുവിലാണ് ആമ്പലൂരിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറി പോസ്റ്റ് ഓഫീസ് പുതിയ തുടക്കം കുറിച്ചിരിക്കുന്നത്. പോസ്റ്റ് മാസ്റ്ററും 2 പോസ്റ്റ്മാൻമാരും ഉൾപ്പെടെ 7 ജീവനക്കാരാണ് ഇവിടെയുള്ളത്. ബസ് യാത്രക്കിടെ ചെങ്ങാലൂർ സ്വദേശിനിയുടെ 7 പവന്റെ സ്വർണ്ണമാല കാണാതായി. ചെങ്ങാലൂർ പാണേങ്ങാടൻ വീട്ടിൽ ത്രേസ്യാമ വർഗീസിന്റെ മാലയാണ് നഷ്ടപ്പെട്ടത്. മുപ്പടിയത്ത് നിന്നും തൃശ്ശൂരിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം. ശക്തൻ സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് മാല പോയ വിവരം അറിയുന്നത്. തുടർന്ന് ത്രേസ്യാമ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവരിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുഭാഷ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഭാഗ്യവതി ചന്ദ്രൻ, ജിജോ ജോൺ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ വലിയൊരു അംഗീകാരം നേടിയ നിങ്ങളെ നമ്മുടെ പഞ്ചായത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്ര വലിയ സമ്മാനത്തിൽ ഒരു ചെറിയ സമ്മാനത്തിൽ ആഗ്രഹിക്കുന്ന മഹത്തായ ഒരു ചടങ്ങാണ്. ഒരുപക്ഷെ ആരോപണം ഈ A+ കിട്ടിയ തൊട്ടപ്പുറത്ത് ഒരു A+ കുറഞ്ഞു അവരൊന്നും തോറ്റവരല്ല, എന്നാലും ഒപ്പത്തിനും കൂടി എത്താൻ പറ്റാത്തവരാണ്. ഇതിന് 1 മാർക്കിനോ 2 മാർക്കിനോ കൂടിയാണ്. അവരും നമ്മളെ പോലെ ആവട്ടെ. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കമാവട്ടെ. വരുംകാല ജീവിതത്തിൽ ഈ +2 നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങാൻ നേരത്ത് ഒരു പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാവരും നഴ്സറി ക്ലാസ് മുതൽ പ്രാർത്ഥന ചെല്ലുന്നവരാ സ്കൂളില്, അല്ലേ? അല്ലാത്ത കാര്യങ്ങളുണ്ടാ?
അല്ലാത്ത കാര്യങ്ങളുണ്ടോ? നഴ്സറി ക്ലാസ് മുതൽ പ്രാർത്ഥന ചെല്ലാത്ത ആരെങ്കിലുണ്ടോ? പ്രാർത്ഥന പറയാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ അത് വന്ന് ചെല്ലാൻ തൻ്റെ ഇടം കാണിച്ച 3 കുട്ടികൾ അവരെയാണ് ഞാൻ അഭിനന്ദിക്കുക. അവരാണ് ഫുൾ എപ്രസുകാർ. അവരാണ് ഫുൾ എപ്രസുകാർ. കാരണം നമുക്ക് എന്തിനേയും ധൈര്യമായി തൻ്റെ ഇടത്തിൽ കൂടി പ്രതികരിക്കാനും പ്രതിരോധിക്കാനും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിത വിജയം ഉണ്ടാവുള്ളൂ. വെറും പുസ്തകങ്ങളായി മാത്രം ജീവിച്ച് പഠിച്ച് നമ്മുടെ ഇത്തവണ CBSE, ICSE അതുപോലെ SLC, +2 ഇതിൽ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദിക്കുകയും ആശംസ നേരുകയും ചെയ്യുന്നു. അതുപോലെ ഇതിന് നിങ്ങളെ പ്രാപ്തരാക്കിയ ഏറ്റവും നല്ല നിങ്ങളുടെ ടീച്ചേഴ്സ്, അതുപോലെ HM, അതുപോലെ ഓരോ സ്കൂളിലെയും നിങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത നിങ്ങളുടെ മറ്റു എല്ലാ വിഷയങ്ങളെ പഠിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും. മറ്റത്തൂർ പഞ്ചായത്തിലെ മോനടിയിൽ BJP പ്രവർത്തകർക്കു നേരെ CPM ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് ആരോപിച്ചും അക്രമ പ്രവർത്തനത്തിന് പഞ്ചായത്ത് അംഗം നേതൃത്വം നൽകുകയാണെന്നും ആരോപിച്ച് BJP വെള്ളിക്കുളങ്ങര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. BJP വെള്ളിക്കുളങ്ങര മേഖലാ പ്രസിഡന്റ് സജിത ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, ജില്ലാ സമിതി അംഗം PG ജയൻ, മേഖലാ സെക്രട്ടറി പ്രേമൻ വെള്ളിക്കുളങ്ങര, ഉണ്ണിക്കുട്ടൻ, മണ്ഡലം സെക്രട്ടറിമാരായ ശ്രീധരൻ കളരിക്കൽ, ചന്ദ്രൻ വെട്ടിയാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. BJP പ്രവർത്തകർ അവിടെ ക്രമസമാധാനം തകർക്കുന്നു. നിലവിൽ അവിടെ ക്രമസമാധാനം തകർക്കുന്നത് ഈ CPMന്റെ ഗുണ്ടായുസമാണ്. അവിടെ ആർക്കും ഒന്നിനും ഇറങ്ങിക്കൂടാ. ഇവരാണ് അവിടുത്തെ മുഴുവൻ ആൾക്കാർ. അങ്ങനെ ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷനിലെ വെള്ളിക്കുളങ്ങര റേഞ്ച് ഓഫീസും മറ്റത്തൂർ ഫാമിലി വെൽഫെയർ കേന്ദ്രവും സംയുക്തമായി ശാസ്താംബുവം പ്രകൃതി ഭാഗത്ത് സിക്കിലി സെൽ അനീമിയ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. JPHN PK സതി, MLSP ആൽഫി ഷാൻഡോ, PK ആശ എന്നിവർ നേതൃത്വം നൽകി. ആനപ്പാന്തം വനസംരക്ഷണ സമിതി സെക്രട്ടറി VN വിനോദ് കുമാർ, പ്രസിഡന്റ് ജോബീന്ദ്രൻ, ഊരുമുപ്പൻ, സേവ്യർ എന്നിവർ സന്നിഹിതരായി. ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ഡോക്ടർ പദ്ധതിക്ക് തുടക്കമായി. വിദ്യാർത്ഥികൾക്ക് പ്രഥമ ശുശ്രൂഷ ലഭ്യമാക്കാനും ആരോഗ്യമേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകാനും ലക്ഷ്യമിട്ടാണ് വിദ്യാലയത്തിൽ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതി പ്രകാരം പരിശീലനം നേടുന്ന കുട്ടി 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ചുമതലയും നിർവഹിക്കും. പദ്ധതിയുടെ ഭാഗമായി ആളൂർ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ഈവ്സ് കാതറിൻ പ്രാഥമിക ശുശ്രൂഷ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പ്രഥമ ശുശ്രൂഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാന മുൻകരുതലുകളും പ്രാക്ടിക്കൽ രീതികളും സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. രക്തസ്രാവം, പൊള്ളൽ, ഫിറ്റ്സ്, ശാരീരിക പ്രശ്നങ്ങൾ, കണ്ണിൽ അസ്വസ്ഥത, നായ, പൂച്ച തുടങ്ങിയ ജീവികളുടെ ആക്രമണമുണ്ടായാൽ ശ്രദ്ധിക്കേണ്ട മുൻകരുതൽ എന്നിവ സംബന്ധിച്ചും ബോധവൽക്കരണം നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ സുബ്രഹ്മണ്യൻ, അധ്യാപകരായ പ്രശാന്ത് P രാജൻ, നിമ്മി ഫ്രാൻസിസ്, അലീറ്റ M വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ചെങ്ങാലൂർ ഈശാനിമംഗലം മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം വ്യാഴാഴ്ച ആഘോഷിക്കും. രാവിലെ 6 മുതൽ 10 വരെ ഉദയാസ്തമന പൂജയും 10 മുതൽ നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി എന്നിവയും വൈകിട്ട് ദീപാരാധനയും അത്താഴപൂജയും നടക്കും. ഉച്ചയ്ക്ക് 12 മുതൽ 2 വരെ അന്നദാനവും ഉണ്ടായിരിക്കും. നടൻ NF വർഗീസ് ഓർമ്മയായിട്ട് ഇന്നേക്ക് 22 വർഷം. അഭിനയത്തിൻ്റെ മാസ്മരിക കഴിവുകൊണ്ട് കണ്ടു നിൽക്കുന്നവരെ പോലും ദേഷ്യം പിടിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു NF വർഗീസ്. വെറും 10 വർഷം കൊണ്ട് 100-ലധികം ചിത്രങ്ങൾ വേഷമിട്ട NF വർഗീസ് എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മയിലാണ് ഇന്ന് സിനിമാ ലോകം. ആലുവക്കാരനായ ഇദ്ദേഹത്തിൻ്റെ ജീവിതാഭിലാഷമായിരുന്നു സിനിമ. നാടകങ്ങളിലൂടെ അഭിനയ രംഗത്ത് സജീവമായിരുന്നു തുടക്കകാലം. കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാരണം കലാഭവനിലും ഹരിശ്രീയിലുമായി 12 വർഷത്തോളം പ്രവർത്തിച്ചിരുന്നു NF വർഗീസ്. സിബിമലയിൽ ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ആകാശദൂതിലൂടെയാണ് NF ശ്രദ്ധേയനായത്. പാൽക്കാരൻ കേശവൻ എന്ന കഥാപാത്രം കരിയർ ബ്രേക്കായി. പിന്നീടങ്ങോട്ട് വ്യത്യസ്തമായ ശബ്ദം കൊണ്ടും അഭിനയ ശൈലി കൊണ്ടും അനശ്വരമാക്കിയ ഒരുപിടി കഥാപാത്രങ്ങൾ. വ്യക്തിത്വമുള്ള വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു NF വർഗീസിൻ്റേത്. ഒരു സാധാരണക്കാരൻ്റെ രൂപഭാവങ്ങളുള്ള വില്ലൻ വേഷങ്ങൾക്കിണങ്ങാത്ത ശരീരപ്രകൃതമുള്ള NF തൻ്റെ അഭിനയ മികവ് കൊണ്ടാണ് നെഗറ്റീവ് വേഷങ്ങൾക്ക് പുത്തൻ ഭാഷ്യം ചമച്ചത്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി.
ഇനി തൊഴിൽ വാർത്തകളും അറിയിപ്പുകളുമായി അവസരജാലകം. നമസ്കാരം, അവസരജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ അറിയിപ്പുകളും അവസരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സിലേക്ക് അഡ്മിഷൻ നടക്കുന്നു. LBS ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കേന്ദ്രത്തിലാണ് തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. +2, പ്രീ ഡിഗ്രി, ഡിഗ്രി, കോമേഴ്സ് കഴിഞ്ഞവർക്ക് 4 മാസത്തെ ടാലി കോഴ്സിന് അവസരമുണ്ട്. അതുപോലെ തന്നെ 6 മാസത്തെ CCFA, SSLC ഉള്ളവർക്ക് 3 മാസത്തെ പൈത്തൺ പ്രോഗ്രാമിംഗ്, 4 മാസത്തെ ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, 2 മാസത്തെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, C++ എന്നീ കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. +2, പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് 2 മാസത്തെ PHP ആൻഡ് MySQL, ഒറാക്കിൾ ആപ്ലിക്കേഷൻ കോഴ്സുകൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. www.lbscenter.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ലിങ്ക് വഴി വേണം അപേക്ഷ സമർപ്പിക്കുന്നത്. SC, ST, OEC വിഭാഗങ്ങൾക്ക് ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട്. 048722507551. മൊബൈൽ നമ്പർ 7559935097. ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ വിവിധ തസ്തികകളിൽ ജീവനക്കാരെ നിയമിക്കുന്നു. ആയ യോഗ്യത 7ാം ക്ലാസ് ആണ്. കുക്ക് വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ്. ഒപ്പം ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് കോഴ്സ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. FTS 7ാം ക്ലാസ്. ഗാർഡനർ എഴുത്തും വായനയും അറിയുന്നയാളായിരിക്കണം. കൃഷിപ്പണിയിൽ പരിചയമുണ്ടായിരിക്കണം. അപേക്ഷകർക്ക് 20 വയസ്സ് പൂർത്തിയായിരിക്കണം. ഹോസ്റ്റലുകളിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിന് സന്നദ്ധരായിട്ടുള്ളവരാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പട്ടികവർഗ വിഭാഗക്കാർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർ തങ്ങളുടെ ബയോഡാറ്റ കൂടാതെ വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ മാസം 24-ാം തീയതി രാവിലെ 10:30 നടത്തുന്ന വാക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ നേരിട്ടെത്തി പങ്കെടുക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട് 9207098160. PSC അഭിമുഖത്തെക്കുറിച്ചുള്ള ഒരു അറിയിപ്പാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി, ഫസ്റ്റ് NCALC/AI, കാറ്റഗറി നമ്പർ 627/22. തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് അഭിമുഖം നടക്കുന്നു. ജൂൺ 21-ന് PSC തൃശൂർ ജില്ലാ ഓഫീസിലാണ് അഭിമുഖം നടക്കുന്നത്. അറിയിപ്പ് SMS ആയും പ്രൊഫൈൽ മെസ്സേജായും ഒക്കെ നൽകിയിട്ടുണ്ട്. അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നിശ്ചിത സമയത്ത് ഹാജരാകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്വയം തൊഴിൽ വായ്പയെക്കുറിച്ചുള്ള ഒരു അറിയിപ്പാണ്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വിവിധ പലിശ നിരക്കുകളിൽ നടപ്പാക്കുന്ന 60,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള സ്വയം തൊഴിൽ വായ്പകൾക്ക് തൃശൂർ ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട 18 വയസ്സിനും 55 വയസ്സിനും മധ്യപ്രായമുള്ള തൊഴിൽ രഹിതരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വരുമാന പരിധി 6 ലക്ഷം രൂപയാണ്. നിശ്ചിത വസ്തു ജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ ഹാജരാക്കണം. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും തൃശൂർ രാമനിലയത്തിന് സമീപമുള്ള കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഫോൺ നമ്പറുണ്ട് 048723315556. മൊബൈൽ നമ്പർ 9400068508. വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓൺലൈൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ലൈബ്രറി സയൻസ് യോഗ്യത SSLC പഠിച്ചവർക്കാർക്കും ഈ കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ DCA +2 കഴിഞ്ഞവർക്ക്, PGDCA ഡിഗ്രി കഴിഞ്ഞവർക്ക്. ഓൺലൈൻ കോഴ്സുകളാണ്. ഓൺലൈൻ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർ ജൂൺ മാസം 28-നകം സ്കൂളിൽ അപേക്ഷ സമർപ്പിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് www.ihrd.ac.in എന്ന വെബ്സൈറ്റ് കാണുക. ഫോൺ നമ്പറുണ്ട്, നേരിട്ട് ചോദിച്ചറിയാം 8547005022. അധ്യാപകരാകാൻ താല്പര്യമുള്ളവരെ ക്ഷണിച്ചിരിക്കുന്നു. IML അക്കാദമിയാണ് അവസരം നൽകുന്നത്. B.Ed അല്ലെങ്കിൽ TTC അല്ലെങ്കിൽ ടീച്ചിങ് സ്കിൽസ് ഉള്ള അധ്യാപകരാകാൻ താല്പര്യമുള്ള ആർക്കും പങ്കെടുക്കാവുന്നതാണ്. ഭാഷാപരമായിട്ടുള്ള പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് IML അക്കാദമി അധ്യാപകരാകാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾക്ക് 9207732705 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അൽ സലാമ സ്കൂൾ ഓഫ് സേഫ്റ്റി സ്റ്റഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എന്നറിയിച്ചിരിക്കുന്നു. ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നു. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, സെയിൽസ് കോർഡിനേറ്റർ,
ട്രെയിനിംഗ് കോർഡിനേറ്റർ തസ്തികയിലേക്ക് ബിടെക് കഴിഞ്ഞവരെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇംഗ്ലീഷ് ട്രെയിനർ, അഡ്മിഷൻ കൗൺസിലർ തുടങ്ങിയ തസ്തികകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത്. അൽ സലമ സ്കൂൾ ഓഫ് സേഫ്റ്റി സ്റ്റഡീസ്. കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുണ്ട് 9207100024. പുതുക്കാട് പ്രവർത്തിക്കുന്ന ഗ്രീൻ ലൈൻ സോളാർ പ്ലസ് എന്ന സ്ഥാപനത്തിലേക്ക് DTP പരിജ്ഞാനമുള്ള ലേഡി ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക 9400178113. പുതുക്കാട് പാഴായിയിൽ പ്രവർത്തിക്കുന്ന ഹെയർ സ്റ്റൈൽ പാർലറിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു. താല്പര്യമുള്ളവർ അനുഭവ സമ്പത്തുള്ള വ്യക്തികൾ കോൺടാക്ട് ചെയ്യുക. നമ്പർ നൽകിയിരിക്കുന്നു 7904141749. ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും അവസരങ്ങളും. കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്കാരം. ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിൻ്റെ നിയന്ത്രണത്തിലുള്ള നായരങ്ങാടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കരാറടിസ്ഥാനത്തിൽ ലൈബ്രറിയനെ നിയമിക്കുന്നു. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള വനിതകൾക്കാണ് അവസരം. യോഗ്യത: ലൈബ്രറി സയൻസിൽ ബിരുദം, കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറികളിൽ കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം. അപേക്ഷകൾ ഈ മാസം 28-നകം ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസർ, ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസ്, മിനി സിവിൽ സ്റ്റേഷൻ, ചാലക്കുടി 680307 എന്ന വിലാസത്തിൽ ലഭ്യമാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ലാൻഡ് ലൈൻ 048027061000. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 6620 രൂപ, പവന് 52,960 രൂപ. വട്ടക്കൊട്ടായി കാട്ടുപറമ്പിൽ ഗംഗാധരൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വായന ദിനത്തിൽ സ്കൂളുകളിലും വായനശാലകളിലും വിവിധ സ്ഥാപനങ്ങളിലും വിപുലമായ പരിപാടികൾ നടത്തി. അറ്റകുറ്റപ്പണികൾക്കായി പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പുതുക്കാട് മെയിൻ ഗേറ്റ് വ്യാഴാഴ്ച മുതൽ 7 ദിവസത്തേക്ക് അടച്ചിടും. കൊടകര പഞ്ചായത്തിലെ ചിറക്കഴ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. അപകട ഭീഷണി ഒഴിവാക്കാൻ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ. പരാധീനതകൾക്കൊടുവിൽ അളഗപ്പനഗർ പോസ്റ്റ് ഓഫീസ് പുതിയ കേന്ദ്രത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ കേന്ദ്രം ആമ്പല്ലൂരിൽ. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവരിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.